നിങ്ങളുടെ ഹെയർ ഡൾ, ഡാമേജ് ആൻഡ് ഫ്രിസി ഹെയർ ആണോ? നിങ്ങളുടെ ഹെയറിന് ഏത് ട്രീറ്റ്മെന്റ് എടുത്താൽ ബെറ്റർ ആയിരിക്കും? നിങ്ങളുടെ മുടി നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കിടക്കാനായിട്ട് എന്ത് ട്രീറ്റ്മെന്റ് എടുക്കണം? എന്താണ് കെരാറ്റിൻ? എന്താണ് ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റി? ഇത്തരത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുമുണ്ട്, ബോട്ടോക്സ് എന്താണ്, കെരാറ്റിൻ എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ എന്താണ്, ഇത് ചെയ്താൽ എങ്ങനെ ഗുണം ചെയ്യും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഇന്നും നിലനിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ടു സീസ് മേക്കോവർ സ്റ്റുഡിയോ. ക്യൂട്ടിക്കിൾസ്, കോർട്ടെക്സ് ആൻഡ് മെഡുല എന്നിങ്ങനെ 3 ലെയറുകളാൽ നിർമ്മിതമാണ് നമ്മളുടെ മുടി. ഇന്ന് സലൂണുകളിൽ സുലഭമായി കിട്ടുന്ന ട്രീറ്റ്മെന്റുകളാണ് കെരാറ്റിൻ, ബോട്ടോക്സ് ആർ നാനോപ്ലാസ്റ്റി, സ്മൂത്തനിങ്. പൊതുവെ ഒട്ടുമിക്ക പേരും എടുക്കുന്ന ട്രീറ്റ്മെന്റുകളാണ് ഇത്. എന്നാൽ എന്താണ് കെരാറ്റിൻ, എന്താണ് ബോട്ടോക്സ്, എന്താണ് ഈ നാനോപ്ലാസ്റ്റി അല്ലെങ്കിൽ സ്മൂത്തനിങ്? ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ വർക്ക് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞു തരാം. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം. കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മുടിയുടെ ഫസ്റ്റ് ലെയർ ആയ ക്യൂട്ടിക്കിൾ ഓപ്പൺ ചെയ്ത് അവിടേക്ക് പ്രോട്ടീൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റിനെയാണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്താൽ ഒരു 50 മുതൽ 75% വരെയും നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചറിന് ചേഞ്ച് വരുത്തും. അതായത് 50 മുതൽ 75% വരെയും നിങ്ങളുടെ മുടി സ്ട്രെയിറ്റ് ലുക്ക് കിട്ടും എന്നാണ് ഞാൻ മീൻ ചെയ്യുന്നത്. ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതും ഒരു തരം പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ഫസ്റ്റ് ലെയർ ആയ ക്യൂട്ടിക്കിൾ കഴിഞ്ഞ് കോർട്ടെക്സ് വരെ നമുക്ക് പ്രോട്ടീൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോട്ടോക്സ് ചെയ്യുന്ന ആ ഒരു ഹെയർ വളരെ സ്മൂത്ത് ആൻഡ് സിൽക്കി എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഈ 2 ട്രീറ്റ്മെന്റും, അതായത് കെരാറ്റിനും ബോട്ടോക്സിലും ഒന്നും നിങ്ങളുടെ മുടിയുടെ ബോണ്ട് ബ്രേക്ക് ആവുന്നില്ല. ബോണ്ട് മീൻസ് മുടിയുടെ എല്ലുകളാണ്. ബോണ്ട് ബ്രേക്ക് ആവുന്നില്ല. ഒരു 80 to 90% നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആൻഡ് സിൽക്ക് എഫക്റ്റ് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ആണ് കെരാറ്റിനും ബോട്ടോക്സും. 2 പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. നമ്മുടെ ഹെയറിൽ 3 ലെയറുകളുണ്ട്. അതിലെ 2 ലെയറുകൾ വരെ ഈ ട്രീറ്റ്മെന്റ് പ്രോട്ടീൻ ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇതാണ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. വരുന്നത് സ്മൂത്തനിങ് ട്രീറ്റ്മെന്റിലോട്ടാണ്. സ്മൂത്തനിങ് എന്ന് പറയുന്നത് ഇത് വർക്ക് ചെയ്യുന്നത് ഹെയറിന്റെ 3ാമത്തെ ലെയർ ആയ മെഡുലയിലാണ്. ഇവിടെ ഹെയറിന്റെ ബോണ്ട് ബ്രേക്ക് ആകുന്നു. ഇത് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് അല്ല. സ്മൂത്തനിങ് ചെയ്ത മുടി പിന്നെ അതിന്റെ പഴയ ടെക്സ്ചറിലോട്ട് തിരികെ വരത്തില്ല. ഫുൾ ത്രൂ ഔട്ട് നിങ്ങളുടെ മുടി സ്ട്രെയിറ്റ് ലുക്കിൽ തന്നെയാണ് കിടക്കുന്നത്. അത് തിരിച്ച് നിങ്ങളുടെ പഴയ ടെക്സ്ചറിലോട്ട് വരത്തില്ല. നേരെ മറിച്ച് കെരാറ്റിനും പ്രോട്ടീനും ചെയ്താൽ അതിന്റെ ഒരു പീരീഡ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പഴയ ഹെയറിന്റെ രൂപത്തിലോട്ട് പോകും. പക്ഷേ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രോട്ടീൻ പോലത്തെ ട്രീറ്റ്മെന്റ് തന്നെയാണ് എടുക്കേണ്ടത്. ബിക്കോസ് നമ്മുടെ മുടിക്ക് അത് ഡാമേജ് വരുത്തുന്നില്ല. സ്മൂത്തനിങ് ഒരു വിധത്തിലൊക്കെ ഡാമേജ് വരുത്തുന്ന ട്രീറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്